ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. അരുണാചൽ പ്രദേശ് യാത്രയാണ് ഇപ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഞാനും ഭാര്യയും കൂടിയിട്ടാണ് ഇപ്രാവശ്യം യാത്ര പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഞാൻ മിക്കവാറും ഒറ്റയ്ക്കാണ് പോകാറ്, അവൾ വരാറില്ല. പക്ഷേ ഇപ്രാവശ്യം അവളും കൂടെ വരുന്നുണ്ട്. ഹിമാലയത്തിലേക്ക്, നോർത്ത് ഈസ്റ്റിലേക്കാണ് പുതിയ സീരീസ്. അപ്പോൾ വളരെ വൈവിധ്യമുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 23 ഉച്ചയ്ക്ക് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിമാനം കയറും, ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂർ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയോടുകൂടി ഇന്ന് രാത്രി 11 മണിയോടുകൂടി നമ്മൾ ഗുവാഹട്ടി എത്തും. അവിടെ റൂം എടുത്ത് പിറ്റത്തെ ദിവസം രാവിലെ മുതലാണ് നമ്മുടെ ഗുവാഹട്ടിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇറ്റാനഗർ, തവാങ് തുടങ്ങിയിട്ടുള്ള അരുണാചൽ പ്രദേശിലെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആൾ ഓഫ് വെൽക്കം. അപ്പോൾ യാത്രകളിൽ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് കൃത്യമായിട്ട് എനേബിൾ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക്, കാഴ്ചകളിലേക്ക്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു. കരിപ്പൂരാണ്. ഇവിടെ 1 മണിക്കാണ് ചെക്കിംഗ് പറയുന്നത്. നമ്മളിപ്പോൾ 12 മണിയേ ആയിട്ടുള്ളൂ സമയം. മകനാണ് വണ്ടി ഓടിക്കുക. അവൻ കൊണ്ട് വിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻട്രൻസ് അതുവഴിയാണ്. 1 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ. 1 മണിയാകുമ്പം കയറാം. ചെക്ക് ഇൻ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് 6ലാണ് ഇൻഡിഗോ. 3 മണിക്കേ ഉള്ളൂ. 2 മണിക്കൂർ ഇനി കുത്തിയിരിക്കണം. നല്ല മഴയാണ്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഗുവാഹട്ടി എന്നാണ് പറയട്ടെ. ഇംഗ്ലീഷിൽ എഴുതിയ ഗുവാഹട്ടി എന്നാണ്. ഗുവാഹട്ടിയിലൊരു ഹോട്ടലിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി നമ്മൾ ഒരു 11 മണിക്ക് ഇവിടെ ഫ്ലൈറ്റ് എയർപോർട്ടിലെത്തി. നമ്മളിവിടെ ഇറങ്ങി. സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ പരിപാടിയും കഴിച്ച് അവിടെ നിന്ന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൂം എടുത്തത് അധികം ദൂരമൊന്നുമില്ല. 2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് റൂം എടുത്തിരുന്നത്. പക്ഷെ രാത്രി സമയമാണ്, ലഗേജ് കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നടക്കാനൊന്നുമില്ല. ഭാര്യയും ഞാനും കൂടെ അവിടെ നിന്ന് ഒരു കാർ എടുത്ത് നേരെ ഇങ്ങടെ ഒരു കാഷിയാനോ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അത്ര ഒരു വലിയ ഒരു ഹോട്ടലാണെന്നൊന്നും പറയാൻ വയ്യ, എന്നാലും കുഴപ്പമില്ല, റൂമൊക്കെ നല്ലതാണ്. അങ്ങനെ ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു. ഇതാണിപ്പോൾ ഉള്ള സ്ഥിതി. അപ്പോൾ ഈ ഗുവാഹത്തി എന്ന് പറഞ്ഞ ഒരു നഗരത്തെക്കുറിച്ചാണ് കുറച്ച് ചെറിയൊരു കാര്യം പറയാനുള്ളത്. ഇത് ബ്രഹ്മപുത്ര നദിക്കരയിലുള്ള ഒരു പ്രാചീനമായിട്ടുള്ള നഗരമാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നവഗ്രഹ ടെമ്പിൾ ഇതിൻ്റെ അടുത്തുണ്ട്. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വാസികൾ ആരാധിക്കുന്ന നവഗ്രഹങ്ങൾ. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നവഗ്രഹ ക്ഷേത്രം ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഈ ഗുവാഹത്തി അറിയപ്പെടുന്നത്, ഇവിടുന്ന് ഒരു കഷ്ടിച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞ് എത്താവുന്ന കാമാഖ്യ ടെമ്പിളാണ്. ഈ കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുന്നത് കാമാഖ്യ ദേവിയുടെ ക്ഷേത്രമാണ്. അത് ഇവിടെ ഒരു പർവ്വത പ്രദേശത്താണ്. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ യാത്രയിൽ ഞാൻ പോയതാണ്.
ഇവിടെ ടൗണിൽ നമുക്ക് വന്നാൽ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മപുത്ര നദി മുറിച്ചു കിടന്ന അപ്പുറത്തൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലേക്ക് പോകുന്ന ഒരു റോപ്പ് വേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റോപ്പ് വേയും അതുപോലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് റോപ്പ് വേയും ഈ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യുന്ന റോപ്പ് വേ ആണ്. കഴിഞ്ഞ യാത്രയിൽ ഞാനത് കണ്ടതാണ്. അടിപൊളി റോപ്പ് വേ ആണ് കേട്ടോ, മിസ് ചെയ്യണ്ട. നിങ്ങളത് കണ്ടിട്ട് പോയിക്കോളൂ. ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ, ഗുവാഹട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറച്ച് സമയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൗണിൽ പോയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ റോപ്പ് വേ. പിന്നെ ഒരു 150 രൂപയായിട്ടാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് വിട്ടു പോകണ്ട കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോകുന്നത് അരുണാചലിലെ ദിരാങ്ങിലേക്കാണ്. നമ്മൾ ഗുവാഹത്തിയിൽ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ മാറിയിട്ടാണ് ദിരാങ് ഉള്ളത്. നമ്മൾ ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നത്. അരുണാചലിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 പ്രത്യേകതയാണ്. ഒന്ന്, നമ്മുടെ ഒറ്റക്കും കണ്ടാമൃഗമുള്ള കാശിരംഗ. കൂടാതെ യോനി പൂജ ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമുള്ളത് ഗുവാഹത്തിയിലാണ്. ആസാം റൈഫിൾസ് ഫോഴ്സ് ആണ് ഇവിടെ കാവൽ നിൽക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതിന് ചെറിയൊരു പണി കൊടുക്കുക. ഇതാണ് നമ്മൾ വന്ന വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് ആസാം, മേഘാലയ, അരുണാചൽ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവരുടെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഒരു ചായ അടിക്കാന്ന് വിചാരിച്ച് നിർത്തിയാണ്. നമ്മുടെ ബാലേട്ടനാണ്. ഇതൊക്കെ നമ്മുടെ സഹയാത്രികരാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് പരിചയപ്പെടുത്താം ഇവരെല്ലാവരും. ഇതൊക്കെ സീനിയർ ആയിട്ടുള്ള യാത്രികരാണ്. ഇന്ന് നമ്മൾ യാത്ര പോകുന്നതേ ദിറാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 250 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനുണ്ട് ഇവിടുന്ന്. കണ്ടവാനം മിലിറ്ററിയുടെ ഭയങ്കര ചെക്കപ്പ് ഉണ്ട് കേട്ടോ. അപ്പം വഴിയിൽ വെച്ച് നമ്മുടെ വണ്ടി ഒന്ന് മിലിറ്ററി ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചങ്ങാതി ഡ്രൈവറെ അവൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. ഇവിടെയൊക്കെ കടകളുണ്ട്. കേരളം എങ്ങനെയാണോ അതുപോലെയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളവും ഈ ആസാമും വലിയ വ്യത്യാസമൊന്നുമില്ല. ധാരാളം പുഴകളുടെ നാടാണ്. ഏത് വീട്ടിലും കുളം ഉണ്ടാവും. ആ കുളത്തിന് മത്സ്യം വളർത്തുന്നുണ്ടാവും. ഇവിടെയൊക്കെ ചെറിയത് ടയറ് നന്നാക്കുന്ന കടയാണ്. ടയർ നന്നാക്കുന്ന കട. പാടങ്ങളുണ്ട്, ധാരാളം വയൽ പ്രദേശങ്ങൾ. ഇത് അവിടെ ഏതാ കുളം? ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കുളമുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഇതൊക്കെ മത്സ്യം വളർത്തുന്നതാവും. കുളത്തിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടുത്തെ മത്സ്യകൃഷിയും നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ശരാശരി ഒരു ആസാമിന്റെ മത്സ്യം വളർത്തൽ ഇങ്ങനെയാണ്. ഇത് ആസാമിലും മേഘാലയയിലൊക്കെ ധാരാളമായിട്ട് കാണും. പിന്നെ ഇവരുടെ അതിർത്തികളൊക്കെ തന്നെ ഈ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുള കൊണ്ടുണ്ടാക്കിയ അതിർത്തികളാണ് കേട്ടോ. എവിടെ നോക്കിയാലും കണ്ടില്ല, നമ്മളെ കയറി വരുന്ന സ്ഥലം മുളയാണത്. മുള ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതിര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളയുടെ പീസ് ഉപയോഗിച്ചാണ് അവർ അതിരുണ്ടാക്കുക. മനോഹരമായിട്ട് അത് ആ മുളയും ചെത്തിയെടുത്ത് അവരുണ്ടാക്കും. ബാലേട്ടനെ അവിടുത്തെ മത്സ്യകൃഷി കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വരവാ. ബാലേട്ടന്റെ ആ വേഷം നോക്കി എങ്ങനെയുണ്ട്? ഇത് എവിടുന്ന് വാങ്ങിയതാ ബാലേട്ടാ? എവിടുന്നാ വാങ്ങിയ? സഫാരിന്ന്. തൊപ്പിയല്ല അവിടുന്ന്, കാസിരംഗയിലെ തൊപ്പിയാണുള്ളത് അല്ലേ? ഞാനൊരു തൊപ്പി വാങ്ങിയിരുന്നു കാസിരംഗ. ആകെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അത്. ശരി, അത് നല്ല യൂസ്ഫുൾ ആണ്.
നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഭൈറവ് കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇത് ആസാമിന്റെയും ഭൂട്ടാന്റെയും ഇന്ത്യ ഭൂട്ടാൻ ബോർഡറാണ്. ആസാമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡറിലെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഭൂട്ടാനിലേക്ക് വഴികളൊന്നും ഇല്ല കേട്ടോ. അത് വേറെ ഏതോ വഴിയിലൂടെ പോകണം. ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിലാണുള്ളത്. അവിടെ അതിൻ്റെ ഒരു ഗേറ്റ് ഒക്കെ കാണാനുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ. അവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്, അവരുടെ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ ഒരു ID കാർഡ് കാണിച്ചാൽ മതി എന്നൊക്കെയാ പറഞ്ഞത്. ഇന്ത്യയുടെ പതാകയുണ്ട്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഇന്ത്യ. ഭൈറവ് കുണ്ട് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര്. റൈഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ആ പട്ടാളക്കാരിയോട് എന്തോ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വടകരയിൽ നിന്ന് വന്ന ഒരു കുട്ടിയുടെ പട്ടാളത്തിലെ അതിർത്തി സംരക്ഷണ സേനയിൽ ഉദ്യോഗസ്ഥയാണ്. അവരെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇപ്പം ഭൂട്ടാന്റെ ഭാഗമാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മൾ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്തു. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് നടക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കണം. അങ്ങനെ കുറെ പരിപാടിയുണ്ട്. എന്ത് ഫുഡ് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ ടീമൊക്കെ അവിടെ കൂടി നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ബോർഡർ എത്തിയിട്ടില്ല. അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണിത്. ഇത് ബോർഡറിൽ എത്തിയില്ലല്ലോ. ഈ മതിലിന്റെ അപ്പുറമാണ് ഭൂട്ടാൻ. ആണോ? ഇതാണ് ഒരു കാര്യം, ഈ മതിലിന്റെ അപ്പുറമാണ് ഭൂട്ടാൻ. നമ്മളിപ്പോ പോകുന്ന ഭൂട്ടാൻ ബോർഡറിലേക്കാണ്. പിന്നെ ഇവിടുന്ന് 200 കിലോമീറ്റർ ഇനിയും യാത്രയായിരുന്നു. ഇനി നമ്മളെ മല കയറ്റാണ്. ഇത് പ്ലെയിനായി. ഇനി ഈ പുഴ കഴിഞ്ഞാൽ മല കയറ്റമാണ്. നമ്മൾ അങ്ങിന്ന് കാണുന്ന മല കയറുകയാണ്. 200 കിലോമീറ്റർ ഇനിയുണ്ട്. നോർമൽ ടൈം 6 മണിയാണ്. നോർമൽ 6 മണിക്കൂറാണ്. ഒരു 9 മണിക്ക് അവിടെ എത്തുന്നേ നിലവിൽ ഒരു പ്രതീക്ഷയുള്ളൂ. ഇപ്പൊ നമ്മള് ബോർഡറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബാലേട്ടന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇപ്പൊ നേതാവായിട്ട് ബാലേട്ടൻ നമ്മള് തീരുമാനിച്ച് നല്ല തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പം ഒരു ബഹുമാനൊക്കെ ബോർഡറിൽ കിട്ടാൻ സാധ്യതയുണ്ട്. തള്ളുന്ന കാര്യം ബാലേട്ടൻ സാറാണ്. നീ തള്ളിക്കോ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ആസാമിലുള്ള ബൈരകുണ്ട് എന്ന് പറയുന്ന ഒരു ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. ആസാമിൽ പ്രധാനപ്പെട്ട 2 ബോർഡറാണുള്ളത്. ഈ ഒരു ബോർഡർ നമ്മളെ അരുണാചൽ, ആസാം, ഭൂട്ടാൻ, ഇത് 3 കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡറാണ് ഇത് വരുന്നത്. ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാർ തിരിച്ച് ഇന്ത്യ വഴി മാത്രമേ ഇവർക്ക് തിമ്പൂല് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഉദാഹരണം നമ്മളെ കൊളുക്കുമല പോലെ തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിൽ അവർക്ക് കേരളം വഴിയേ കൊളുക്കുമലയിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഇവിടെ ബാക്കിയെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഉച്ച സമയത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് ബോർഡറിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവിടെ വലിയ ക്യൂ ആണ് ഉണ്ടാവല്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഇപ്പം ക്യൂ കാണുന്നില്ല. അപ്പൊ നമുക്കൊന്ന് കയറി പോയി നോക്കാം. ഓക്കെ. കണ്ടോ ആ ഭൂട്ടാന്റെ ആ തനത് ആ രീതികൾ കണ്ടോ? ആ പ്രവേശന കവാടത്തിലെ ചേഞ്ച് കാണാൻ കഴിയുന്നു നമുക്ക്. നോക്കിയേ, കണ്ടോ? അവരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു രീതിയാണ് ഭൂട്ടാനിലെ ഏത് കൺസ്ട്രക്ഷൻ.
കടകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കടകളുണ്ട്, സ്നാക്സ് ഒക്കെ കിട്ടും. അവിടെ എന്തോ അതിൽ പോവാൻ പറ്റുമോ എന്നറിയില്ല. ഒന്നിച്ചു പോവാ വരും. നമ്മളുള്ളത് ഭൂട്ടാനിലാണ്. ഭൂട്ടാൻ അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ കാലുകുത്തി കഴിഞ്ഞ്. ഭൂട്ടാൻ എന്ന് പറയുന്നത് രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലമാണ്. ഒരു ബുദ്ധിസ്റ്റ് അല്ലേ കൾച്ചറുള്ള അല്ലെങ്കിൽ ബുദ്ധമതക്കാരാണ് കൂടുതലുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ്, പച്ചപ്പുള്ള രാജ്യമാണ്. ഫോറസ്റ്റുകളുണ്ട് ധാരാളമായിട്ട്. അവിടുത്തെ എൻട്രൻസ് കടന്ന് നമ്മളിങ്ങോട്ട് വന്നു. ഇതൊക്കെ ഇവിടെയുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഈ നാട്ടുകാരാണ്, ഇവിടെയുള്ളവരാണ് കേട്ടോ. ഇവരൊക്കെ ഇവിടുത്തെ തൊഴിലുറപ്പുകാരാണെന്ന് തോന്നുന്നു. കുട്ടികളോട് പഠിക്കാൻ വന്നാണ്. ഇവിടത്തെ റൂളേഴ്സ് ആയിരിക്കും. അപ്പോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയാണ്. അപ്പൊ നമ്മളിപ്പോ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്തു. ഇവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, അത്യാവശ്യം മനോഹരമായ ഹരിതാപമായ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഭൂട്ടാനിലുള്ള ആളുകൾ കുറച്ച് പേര് ആസാമികളാണെന്ന് തോന്നുന്നില്ല. അവരുടെ വേഷമൊക്കെ കാണുമ്പോൾ ഒരു ഭൂട്ടാൻകാരാണെന്നാണ് തോന്നുന്നത് എനിക്ക്. അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. അവരൊക്കെ നിന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടുത്തെ രാജാവും രാജ്ഞിയും മക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പടത്തിന്റെ താഴെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അവർ പോയാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പാലട്ടാ എന്തൊക്കെയാണ് പറയാൻ? വൈരപ്പുട്ട പറഞ്ഞ ബോർഡറിലാണ് ഇപ്പൊ നമ്മള് ഭൂട്ടാനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഭൂട്ടാനില് ആസാമിന്റെയും ഭൂട്ടാന്റെയും ബോർഡറിലാണത്. ഇതിന്റെ ഉള്ളിൽ കയറിയ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിലൊക്കെ വാങ്ങാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യം നമുക്കൊന്ന് നടന്നിട്ട് വരാം അല്ലേ? പോയി വരാം. വാ. ഇവിടുത്തെ വീടുകളാണ്. പക്ഷെ ആക്ച്വലി ഭൂട്ടാനിലെ വീടുകൾ ഇങ്ങനെയല്ല. അല്ലല്ല, ഒരേ കൺസ്ട്രക്ഷൻ. ആ ഗേറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആയിരിക്കാം. എല്ലാം ഒരേ സ്റ്റേജ്. നമ്മൾ ആ എൻട്രൻസ് കണ്ടില്ലേ, അതേപോലുള്ള സ്ട്രക്ചറിലാണ് അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. അവിടുത്തെ റേഷൻ ഷോപ്പൊക്കെയാണെന്ന് തോന്നുന്നു. ടയർ കട. ഇവിടെ ലിക്കർ, ആൽക്കഹോൾ ഐറ്റംസ് ഉണ്ട്, ബിയർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സാധാ കടയാണ്, ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇവിടെയൊക്കെ ഈ ഭൂട്ടാനിലുള്ള ആളുകളുടെ വീടുകളാണ്. ഇവിടെ താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊരു ഭൂട്ടാനി സ്റ്റൈലില് ഒരു സ്തൂപാണ് കേട്ടോ ഇത്. മണിപത്മേഷു എന്ന് പറയുന്ന അവരുടെ ആ ഒരു കറക്കണ സാധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബുദ്ധന്റെ പടമൊക്കെ ഉണ്ട് അല്ലേ. ശ്രീബുദ്ധനും ലാമമാരും ബുദ്ധസന്യാസിമാരുടെ ഒക്കെ പടങ്ങളുണ്ട്. ഇവിടെ ആ കറക്കണ സംഭവം ഉണ്ട് കേട്ടോ. ബുദ്ധമതത്തിന്റെ ഒരു ആത്മീയമായിട്ടുള്ള കാര്യമാണ് അത്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവരുടെ ഫ്ലാഗുകളൊക്കെ കാണാനുണ്ട് ഇവിടെ. അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ആ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു, മൊണാസ്ട്രി അല്ല. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു മൊണാസ്ട്രി ആണെന്ന്. ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളുടെയും പ്രത്യേകത ഇതാണ്. അതിനുള്ള ബുദ്ധൻ മൊണാസ്ട്രി തന്നെയാണ്. അതിന്റെ ഉള്ളില് ശ്രീബുദ്ധന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തോ സ്തൂപങ്ങളൊക്കെ കാണാനുണ്ടേ. അവിടെ ഒരു ചേട്ടൻ എന്തോ ജോലി ചെയ്യണേ. ഇത് കടയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൊണാസ്ട്രി ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കടയാണ്, ലിക്കർ ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ ലിക്കർ ഷോപ്പാണ് ഉണ്ടോ. ഷോപ്പാണ് ഉണ്ടോ. ഒക്കെ ലിക്കറാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ലിക്കർ ഷോപ്പാണ്. ഇത് കടകളുണ്ട്, സ്ത്രീകളൊക്കെ ഉണ്ട് ധാരാളമായിട്ട് അവിടെ കച്ചവടം നടത്തുന്നത്. അവരുടെ ഫ്ലാഗൊക്കെ കാണാനുണ്ട്. അവിടെ നല്ലൊരു അരയാലുണ്ട് കേട്ടോ. അടിപൊളി ഒരു അരയാലുണ്ട്. പൂക്കള് കണ്ട, പൂക്കൾ ഞങ്ങള് തിരിച്ചു പോവാണ്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ. അങ്ങനെ നമ്മള് കയറി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ
ഇവിടെ എന്തൊരു ഹോട്ടലാണോ എന്തോന്ന് അറിയില്ല. വേറൊരു കെട്ടിടം അവിടെ കാണാനുണ്ട്. അങ്ങനെ ഭൂട്ടാൻ മണ്ണിൽ നമ്മളൊന്ന് ഇറങ്ങി, അത്ര തന്നെ. നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ നാട്ടിലെ ഒരു ഹോട്ടലിന്റെ അല്ലെങ്കിൽ ഭക്ഷണപ്പരയുടെ ഒരു സ്റ്റൈലേ അല്ല കാണുന്നില്ല. ഇതുപോലത്തെ ഒരു ടേബിളും സംഗതികളൊക്കെ ഉള്ളത്. അവിടെ വാഷ്റൂം ഉണ്ട്. താളിയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. താളിയല്ലേ ഓർഡർ ചെയ്ത്? എല്ലാവർക്കും താളി ഓർഡർ ചെയ്തിട്ടുണ്ട്. താളി എന്ന് പറഞ്ഞാൽ ചോറും വെജിറ്റബിളും ആയിരിക്കും. നോൺ വരാൻ സാധ്യത കുറവാണ് താളി. ഗൈസ്, ഇതാ നമ്മളിതാ അരുണാചൽ പ്രദേശ്, നമ്മളുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, അവിടത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ വീടുകളൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഒരുപാട് വളഞ്ഞ് പൊളഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടോ വന്നേ. ഞാനതിൻ്റെ ഗേറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ബാലേമു, വെസ്റ്റ് കാങ് AP, അരുണാചൽ പ്രദേശ്. അവിടെ അരുണാചൽ പ്രദേശ് പോലീസിൻ്റെ ഒരു ബോർഡും സംഗതികളും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ഓഫീസുണ്ട്. പിന്നെ ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇത് അരുണാചൽ പ്രദേശ് പോലീസ്. ഇവിടെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ കടലാസുകളൊക്കെ കാണിക്കണം. അങ്ങനെ കടലാസുകളൊക്കെ കാണിച്ച് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടേ. ഇവിടെ ഒരു ബാലേമു സർക്യൂട്ട് ഹൗസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ബോർഡും കാണാൻ കേട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട്. ഇവിടെ ഒരു എൻട്രി ഗേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അടിപൊളിയാണ്. അസ്തമന സൂര്യൻ്റെ ആ ഒരു ശോഭ. ഇനി ഇവിടെ നിന്ന് 170 കിലോമീറ്ററോളം നമുക്ക് കഷ്ടിച്ച് പോകാനുണ്ട്. രാത്രി ഒരു 8-10 മണിയൊക്കെ ആവും നമ്മളവിടെ എത്താൻ. ഇത്രയും നേരം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം ഒരു ടെറൈനിലൊരു വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിലെ കേരളം തന്നെ, ആസാം എന്ന് പറഞ്ഞാൽ കേരളം പോലെ എനിക്ക് ഫീൽ ചെയ്ത്. താങ്ക്സ് ആൻഡ് വിസിറ്റ് അഗെയിൻ. ഒരു ചേഞ്ചും ഇല്ലാണ്ട് കിടന്നപ്പോൾ പിന്നെ എന്തിനാ ചുമ്മാ വീഡിയോ എടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഭൂട്ടാൻ അതിർത്തി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. നല്ല താളിയായിരുന്നു കഴിച്ചത്. കൊള്ളാമായിരുന്നു കേട്ടോ. 220 രൂപയായിരുന്നു താളി. നല്ല വിശപ്പായിരുന്നു. നന്നായിട്ട് കഴിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി. അങ്ങനെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുക. ഇതിപ്പോൾ ഒരു നമ്മുടെ വയനാട് ചുരം പോലെയൊക്കെയാണ്. അത്യാവശ്യം വളവും മുടിവൊക്കെ ഉള്ള ഒരു പർവ്വത പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ ഉണ്ട്. ഇതാ താഴെ കുറേ വണ്ടികൾ ഹോൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറേ വണ്ടികൾ കാണാനുണ്ട് കേട്ടോ. ഇവിടെ തടിയോണ്ട് ചുമരുണ്ടാക്കിയിട്ടുള്ള ഒരു മുറി കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഹിമാചലിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഈ തണുപ്പിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉണ്ടാക്കി. ഇതൊരു ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടലാണ്. മിഠായിയൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. കേട്ടോ, ഒരു പെട്ടിക്കട പോലെ. അവിടെ ചേച്ചി വിൽക്കുകയാണ്. ചെറിയൊരു സ്റ്റോർ റൂമാണിത്. നല്ല വ്യൂ അപാരമാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച, അതിൻ്റെ ഒരു ആ ലൈറ്റും ഒക്കെ കൊള്ളാട്ടോ. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടേ. നമ്മളിവിടുന്ന് കയറുകയാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന്.
കത്തുകയാണ് കേട്ടോ. മലയാകെ തീ പിടിച്ചിരിക്കുകയാണ്. അയ്യോ എന്താ നമ്മുടെ ഇവിടെ ഇപ്പോൾ ദിറാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. ദിറാങ് ഇവിടെ ഒരു വലിയ മല നിറയെ തീ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനി ആരോ ഒന്ന് കെടുത്തും എന്നറിയില്ല കേട്ടോ.